ത്രിയേക ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഈ വീഡിയോയിലൂടെ ദൈവവചനം ശ്രവിക്കുന്ന ഏവർക്കും ക്രിസ്തുയേശുവിൽ സ്നേഹ വന്ദനം. ഇന്ന് മാർത്തോമാ സഭയായി ധ്യാനിച്ച വിഷയം സഭയുടെ ബോധന രൂപീകരണം ദൈവശാസ്ത്ര അഭ്യസനത്തിലൂടെ, എഡിഫിക്കേഷൻ ഓഫ് ദി ചർച്ച് ത്രൂ തിയോളജിക്കൽ എഡ്യൂക്കേഷൻ എന്നുള്ള ചിന്താവിഷയമാണ്. അതിനാധാരമായി തിരഞ്ഞെടുത്ത വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 13-ാം അധ്യായം അതിന്റെ 18 മുതൽ 23 വരെയുള്ള വാക്യങ്ങളാണ്. The Gospel according to Saint Matthew, chapter 13, verses 18 to 23. 23-ാമത്തെ വാക്യം കുറുവാക്യമായി ഞാൻ വായിക്കുന്നു. നല്ല നിലത്ത് വിതയ്ക്കപ്പെട്ടതോ ഒരുത്തൻ വചനം കേട്ടിട്ട് ഗ്രഹിക്കുന്നത് ആകുന്നു. അത് വിളഞ്ഞു 100, 60, 30 മേനി നൽകുന്നു. പ്രാർത്ഥിക്കാം. വചനമായ ദൈവമേ, നിന്റെ വചനം ധ്യാനിക്കുമ്പോൾ നിന്റെ പരിശുദ്ധാത്മാവിനാൽ നയിക്കണമേ. നിന്റെ വചനത്തിലെ അത്ഭുത മർമ്മങ്ങളെ ഗ്രഹിക്കുവാൻ ഇടയായി തീരണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവശാസ്ത്ര അഭ്യസനവുമായി ബന്ധപ്പെടുത്തി സഭയുടെ വളർച്ചയെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ നമുക്കതിനെ ഇങ്ങനെ മനസ്സിലാക്കാം. Theological education is not merely the acquisition of knowledge. It is the formation of faithful disciples, effective ministers, and a church that is rooted in Scripture, renewed by the Spirit, and equipped for God's mission. അതുകൊണ്ട് ദൈവശാസ്ത്ര അഭ്യസനം എന്ന് പറയുന്നത് അത് കേവലം അറിവിന്റെ ആർജനം മാത്രമല്ല, വിശ്വാസ സ്ഥിരതയുള്ള ശിഷ്യ സമൂഹത്തെ വാർത്തെടുക്കുന്ന പ്രക്രിയയാണ്. അനുയോജ്യരായ ശുശ്രൂഷകരെ വളർത്തിയെടുക്കുന്നതിനുള്ള ക്രമീകരണമാണ്. ദൈവവചനത്തിൽ അധിഷ്ഠിതമായ സഭയെ മെനയുന്ന പ്രക്രിയയാണ്. പരിശുദ്ധാത്മാവിനാൽ പുതുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന നടപടിയാണ്. ദൈവത്തിന്റെ ദൗത്യത്തിനായി ഒരുക്കുന്ന ഒരു സംവിധാനമാണ്. അത്തരത്തിൽ കാണുമ്പോഴാണ് നമുക്ക് ദൈവശാസ്ത്ര അഭ്യസനം എത്രമാത്രം സഭാ ജീവിതത്തിൽ പ്രധാനപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കുവാൻ കഴിയുകയുള്ളൂ. ഇന്ന് സഭയായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം യഥാർത്ഥത്തിൽ അതൊരു സെൽഫ് എക്സ്പ്ലനേറ്ററി ടെക്സ്റ്റ് ആണ്. അത് അതിൽ തന്നെ കൃത്യമായ വിശദീകരണം നൽകുന്ന ഒരു വേദഭാഗമാണ്. ഇംഗ്ലീഷ് ബൈബിൾ ഒക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ അവിടെ എല്ലാം അതിന് നൽകിയിരിക്കുന്ന ടൈറ്റിൽ ദ പാരബിൾ ഓഫ് ദ സോവർ എക്സ്പ്ലെയിൻഡ് എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ വേദഭാഗം അതിൽ തന്നെ മുൻപ് പറഞ്ഞ ഒരു ഉപമയുടെ എക്സ്പ്ലനേഷൻ ആയിരിക്കുന്നത് കൊണ്ട് തന്നെ കൂടുതലായ വ്യാഖ്യാനങ്ങൾക്കപ്പുറം എന്താണ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് എന്ന് പരിശോധിക്കുകയും മനസ്സിലാക്കുകയുമാണ് ആവശ്യം. ഇവിടെ ഏറ്റവും അധികം ആവർത്തിക്കുന്ന ഒരു കാര്യം the one who hears the word എന്ന പ്രയോഗമാണ്. 4 വാക്യങ്ങളിൽ നമുക്കത് കാണുവാനായി കഴിയും. 19-ാമത്തെ വാക്യത്തിൽ പറയുന്നു, verse 19, when anyone hears the word, ഒരുത്തൻ രാജ്യത്തിന്റെ വചനം കേട്ടിട്ട്. verse 20, this is the one who hears the word, ഒരുത്തൻ വചനം കേട്ടിട്ട്. പിന്നെയും 22-ാമത്തെ വാക്യം, ഒരുത്തൻ വചനം കേൾക്കുന്നു എങ്കിലും. this is the one who hears the word. 23-ാമത്തെ വാക്യം, this is the one who hears, ഒരുത്തൻ വചനം കേട്ടു.
അതുകൊണ്ട് ആവർത്തിച്ച് ഇവിടെ പറയുന്ന ഒരു പ്രയോഗമാണ് വചനം കേട്ടു 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 എന്ന്. വചനം കേൾക്കുവാനുള്ള അവസരം വളരെ പ്രധാനപ്പെട്ടതാണ്. വചനം കേൾക്കുവാൻ ഏറെ അവസരമുള്ള ഒരു സഭയുടെ ഭാഗമാണ് ഞാൻ എന്നതിൽ ഞാൻ ഏറെ അഭിമാനിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. വചനം കേട്ടുകൊണ്ടേയിരിക്കാൻ നമുക്ക് അവസരമുള്ളപ്പോൾ വചനം നമ്മൾ ഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും കാതലായ ചിന്ത. വചനം കേൾക്കുവാനുള്ള അവസരം നമുക്കേറെ ഉണ്ട്. ആരാധനാ മധ്യേ വായിക്കപ്പെടുന്ന വിശുദ്ധ ഏവൻഗെലിയോൻ ആരാധനയുടെ മധ്യത്തിൽ തന്നെ വ്യാഖ്യാനിച്ച് നൽകപ്പെടുന്നുണ്ട്. പോഷക സംഘടനകളുടെ എല്ലാ മീറ്റിംഗിൽ ദൈവവചന ധ്യാനം നിർവഹിക്കപ്പെടുന്നുണ്ട്. പ്രാർത്ഥനാ കൂട്ടങ്ങളിലും ദൈവവചനം സംസാരിക്കുന്നുണ്ട്. അതിനു പുറമെ കൺവെൻഷനുകളിലും മറ്റെല്ലാ മീറ്റിങ്ങുകളിലും ദൈവവചനത്തിന് അങ്ങേയറ്റം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. എന്നാൽ കേൾവിക്കാരായി മാത്രം ചുരുങ്ങുന്നതാണ് ഈ കാലഘട്ടത്തിന്റെ അപകടം എന്ന് നാം തിരിച്ചറിയണം. മുൻപ് ഒരു റേഡിയോയുടെ പരസ്യം ഇങ്ങനെയായിരുന്നു: കേൾക്കൂ കേൾക്കൂ കേട്ടുകൊണ്ടേ ഇരിക്കൂ. വചനം കേട്ട് കേട്ട് കേട്ടുകൊണ്ടിരിക്കുന്നവരായി മാത്രം പലപ്പോഴും നാം മാറുകയാണ്. ഇവിടെയും വ്യത്യാസം കൊണ്ടുവരുന്നത് ഈ കേൾക്കുന്ന വചനത്തോടുള്ള നമ്മുടെ പ്രതികരണം എങ്ങനെയാണ് എന്ന വസ്തുതയാണ്. നാം ഈ വേദഭാഗം പരിശോധിക്കുമ്പോൾ 4 സാധ്യതകൾ നമുക്ക് കാണുവാനായി കഴിയും. ആ 4 സാധ്യതയും പങ്കുവെച്ച് ധ്യാനം അവസാനിപ്പിക്കണമെന്നത്രേ ആഗ്രഹിക്കുന്നത്. ഒന്നാമതായി ഈ വേദഭാഗം പറയുന്നത് സീഡ്സ് സോൺ ഓൺ ദ പാത്ത്, വഴിയിൽ വിതയ്ക്കപ്പെട്ട വിത്തിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. 19-ാമത്തെ വാക്യം പറയുന്നു: ഒരുത്തൻ രാജ്യത്തിന്റെ വചനം കേട്ടിട്ട് ഗ്രഹിക്കാഞ്ഞാൽ ദുഷ്ടൻ വന്ന് അവന്റെ ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ടത് എടുത്തു കളയുന്നു. ഇതത്രേ വഴിയരികെ വിതയ്ക്കപ്പെട്ടത്. When anyone hears the word of the kingdom and does not understand it, the evil one comes and snatches away what is sown in the heart. This is what was sown on the path. 2 കാര്യങ്ങൾ ഇവിടെ പ്രധാനമാണ്. ഒന്ന്, ഗ്രഹിക്കുന്നില്ല എന്ന വസ്തുത. Do not understand it. ദൈവവചനം നാം നിരന്തരമായി കേട്ടുകൊണ്ടിരിക്കുമ്പോഴും നാം അത് ഗ്രഹിക്കുന്നില്ല എന്നുള്ളത് ഒരു അപകടമാണ് എന്ന് ആവർത്തിക്കട്ടെ. ദൈവവചനം വ്യാഖ്യാനിച്ചു നൽകുവാനുള്ള അവസരങ്ങൾ ഏറെ ഉണ്ടായിട്ടും പലപ്പോഴും വചനം നാം കേട്ടുകൊണ്ട് മാത്രം ഇരിക്കുന്നവരായി തീരുകയാണ്. ഗ്രഹിക്കുവാനുള്ള ഒരു പരിശ്രമവും പലപ്പോഴും നമ്മിൽ നിന്ന് ഉണ്ടാകുന്നില്ല. അലസതയോടെ പലപ്പോഴും ദൈവവചനം കേൾക്കുന്നത് നമ്മുടെ ആത്മീയ ജീവിതത്തിന് എന്തുമാത്രം ശോഷണമുണ്ടാക്കുന്നു എന്നുള്ളത് നാം തിരിച്ചറിയേണ്ടുന്ന വസ്തുതയാണ്. 2, ദുഷ്ടൻ വന്ന് അവന്റെ ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ടത് എടുത്തു കളഞ്ഞു എന്ന് പരാമർശിക്കുന്നതായി നാം കാണുകയാണ്. The evil one comes and snatches away what is sown in the heart. എന്താണ് വചനം ഗ്രഹിക്കാഞ്ഞാലുള്ള കുഴപ്പം? കേട്ടാൽ മാത്രം പോരെ എന്ന് ചോദിച്ചാൽ, നാം കേട്ടുകൊണ്ട് മാത്രം ഇരുന്നാൽ വചനം നമ്മുടെ ഉള്ളിൽ നിന്ന് വേഗം പിശാചിന് എടുത്തു കളയുവാനായി കഴിയും. പലപ്പോഴും എന്തുകൊണ്ടാണ് നാം ആത്മീയമായ സംഘടനകളുടെയൊക്കെ ഭാഗമായി പ്രവർത്തിക്കുകയും എല്ലാ ആരാധനകളിലും പങ്കെടുക്കുകയും എല്ലാ മീറ്റിങ്ങുകളിലും പോവുകയും ചെയ്തിട്ടും നമ്മുടെ ജീവിതത്തിൽ വ്യതിയാനം ഉണ്ടാകാത്തത് എന്ന് നാം ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം ഇത് തന്നെയാണ്. നാം വചനം കേൾക്കുന്നവരായി മാത്രം പരിമിതപ്പെടുകയാണ്. നാം വചനം ഗ്രഹിക്കുന്നില്ല. വചനം ഗ്രഹിക്കുകയോ അതിനനുസരിച്ച് നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിക്കുകയോ ചെയ്യാതെ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിന് സംഭവിക്കുന്നത് വിത്ത് വിതയ്ക്കപ്പെട്ട വഴിയരികിന്റെ
അനുഭവക്കാരായി നാം മാറുകയാണ്. അതുകൊണ്ട് എൻ്റെ ചോദ്യം, നാം വിത്ത് വിതയ്ക്കപ്പെട്ട വഴിയരികിന്റെ അനുഭവക്കാരാണോ? Are you the path in which the seeds are sown? ഈ വചനം വിതയ്ക്കപ്പെട്ടു എന്ന് പറയപ്പെടുന്ന, ഈ വിത്ത് വിതയ്ക്കപ്പെട്ടു എന്ന് പറയപ്പെടുന്ന ഈ നിലത്തിന്റെ അനുഭവക്കാരാണോ നാം എന്ന് നാം പരിശോധിക്കുക. 2, ഈ വേദഭാഗം പറയുന്നത് സീഡ്സ് സോൺ ഓൺ ദ റോക്കി ഗ്രൗണ്ട്, പാറ സ്ഥലത്ത് വിതയ്ക്കപ്പെട്ട വിത്തിനെ കുറിച്ചാണ്. 20ഉം 21ഉം വാക്യങ്ങൾ. പാറസ്ഥലത്ത് വിതയ്ക്കപ്പെട്ടതോ ഒരുത്തൻ വചനം കേട്ടിട്ട് ഉടനെ സന്തോഷത്തോടെ കൈക്കൊള്ളുന്നതാകുന്നു എങ്കിലും വേരില്ലാതെ ഇരിക്കുകയാൽ അവൻ ക്ഷണികനത്രേ. വചന നിമിത്തം ഞെരുക്കമോ ഉപദ്രവമോ നേരിട്ടാൽ അവൻ ക്ഷണത്തിൽ ഇടറിപ്പോകുന്നു. As for what was sown on rocky ground, this is the one who hears the word and immediately receives it with joy. Yet such a person has no root, but endures only for a while. And when trouble or persecution arises on account of the word, that person immediately fails away. ഇവിടെ നാം ചില കാര്യങ്ങൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന്, അവിടെ പറയുന്നത് ഉടനെ സന്തോഷത്തോടെ കൈക്കൊള്ളുന്നു എന്നുള്ളതാണ്. ഇമ്മീഡിയറ്റ്ലി റിസീവ്സ് ഇറ്റ് വിത്ത് ജോയ്. നാം പലപ്പോഴും ഇത് ചെയ്യുന്നവരാണ്. ചില ദൈവവചനം കേൾക്കുമ്പോൾ നമ്മൾ വളരെ വേഗം അത് സന്തോഷത്തോടുകൂടെ കൈക്കൊള്ളും. പ്രത്യേകിച്ച് ശുഭകരമായ കാര്യങ്ങൾ ദൈവവചനത്തിലൂടെ കേൾക്കുന്നു, ദൈവം അനുഗ്രഹിക്കുന്നു എന്നുള്ള വാഗ്ദാനങ്ങൾ ഉള്ള ഭാഗങ്ങൾ വായിച്ചു കേൾക്കുന്നു. അങ്ങനെയൊക്കെയുള്ള സമയത്ത് വളരെ പെട്ടെന്ന് നമ്മൾ അത് റിസീവ് ചെയ്യാൻ ഇടയാകും. പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്, നമുക്ക് ഓൺലൈൻ റീലുകളിലൊക്കെ വരുന്ന പല ദൈവവചനവുമായി ബന്ധപ്പെട്ട പല കണ്ടന്റുകളും പലപ്പോഴും വളരെ സൂത്തിങ് ആണ്, പലപ്പോഴും വളരെയധികം നമുക്ക് ഹൃദയസ്പർശിയാണ്. അത് കേൾക്കുമ്പോൾ നമുക്കൊരു സുഖമൊക്കെ തോന്നും. എന്നാൽ ആ സുഖത്തിനപ്പുറം, അത് പെട്ടെന്ന് കൈക്കൊള്ളുന്നതിനപ്പുറം, അത് നമ്മുടെ സ്റ്റാറ്റസുകളാകുന്നതിനപ്പുറം അതിലെന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് നാം പരിശോധിക്കണം. അവിടെയാണ് ഇവിടെ പറയുന്ന രണ്ടാമത്തെ കാര്യം പ്രസക്തമായിരിക്കുന്നത്. ഇവിടെ പറയുകയാണ് വേരില്ലാതെ ഇരിക്കുന്നു, ഹാസ് നോ റൂട്ട്. ഇത് വളരെ ശ്രദ്ധേയമായ ഒരു പ്രതിസന്ധിയാണ്. പലപ്പോഴും വചനം കേൾക്കുന്നു, വചനത്തിന്റെ ചില ഭാഗങ്ങൾ കേൾക്കുന്നു, അത് സന്തോഷത്തോടെ ഹൃദയത്തിൽ കൈക്കൊള്ളുന്നു. പക്ഷേ അതിന്റെ ആഴമായ ഒരു അറിവ് ഇല്ലാതെ പോകുമ്പോൾ, ലാക്ക് ഓഫ് ഇൻഡെപ്ത് അണ്ടർസ്റ്റാൻഡിങ് അതിനെ ഏറ്റവും കുഴപ്പത്തിലേക്ക് കൊണ്ട് എത്തിക്കുകയാണ്. അതിന്റെ ഫലം എന്താണെന്ന് ചോദിച്ചാൽ, മൂന്നാമതായി അവിടെ പറയുന്നു ക്ഷണികതയാണ്. Endures only for a while. കുറച്ചു നേരത്തേക്ക് മാത്രം, ക്ഷണ നേരത്തേക്ക് മാത്രം. 24 മണിക്കൂറാണ് സ്റ്റാറ്റസിന്റെ ദൈർഘ്യം. അത്രമാത്രം നേരം ആ വചനം ഹൃദയത്തിൽ കുളിര് കോരിയിട്ട് മാഞ്ഞു പോവുകയാണ്. ഇറ്റ് ഡിസപ്പിയേഴ്സ്. കാരണം അതിന് ആഴമായ വേരുകളില്ല എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ടാണ് 4ാമത് ഈ വാക്യത്തിൽ പറയുന്നത്, ഉപദ്രവം നേരിട്ടാൽ അവൻ ക്ഷണത്തിൽ ഇടറിപ്പോകുന്നു. When trouble or persecution arises on account of the word, that person immediately falls away. ആഴമായ അറിവില്ലാതെ ഇരിക്കുമ്പോൾ, വചനത്തിന് ഹൃദയത്തിൽ ആഴം ഇല്ലാതെ ഇരിക്കുമ്പോൾ, വചനത്തോട് ആഴമായ പ്രതിബദ്ധത ഇല്ലാതെ ഇരിക്കുമ്പോൾ, ജീവിതത്തിൽ പ്രതിസന്ധികളോ പ്രതികൂലങ്ങളോ വചനത്തിന്റെ പേരിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ ഉണ്ടായാൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ പോകുമെന്ന് ഈ വേദഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഇത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. പലപ്പോഴും നമ്മുടെ ജീവിതാനുഭവങ്ങളിൽ സംഭവിച്ചു പോകുന്ന ഒരു പ്രതിസന്ധിയാണ് എന്നുള്ളത് നാം ഓർത്തുകൊള്ളുക. അതുകൊണ്ട് എന്താണ് വചനത്തിന് ആഴമില്ലാതെ പോയാലുള്ള കുഴപ്പം? വചനം ആഴമായി ഹൃദയത്തിലേക്ക് ഇറങ്ങുന്നില്ല എങ്കിൽ കുഴപ്പം? അത് ക്ഷണത്തിൽ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഇല്ലാതെയായി പോകും എന്നുള്ളത് നാം ഓർക്കേണ്ടതുണ്ട്. അതുകൊണ്ട് എന്റെ ചോദ്യം, നാം ഈ പാറപ്പുറം പോലെയാണോ? Are we like the rocky
ground in which the seeds sown. ഇതുപോലെയാണോ നാമും? സന്തോഷത്തോടെ വചനം കൈക്കൊള്ളുന്നുവെങ്കിലും അത് വളരെ വേഗം ഇല്ലാതെയായി പോകുന്ന അനുഭവം. പാറസ്ഥലത്ത് വിതയ്ക്കപ്പെട്ട വിത്തിന്റെ അനുഭവക്കാരാണോ നമ്മൾ? മൂന്നാമതായി ഈ വേദഭാഗം പറയുന്നത് സീഡ്സ് സോൺ അമംഗ് തോൺസ് എന്നുള്ള ചിന്തയാണ്. മുള്ളിനിടയിൽ വിതയ്ക്കപ്പെട്ട വിത്ത്. 22ാമത്തെ വാക്യം പറയുകയാണ്, As for what was sown among thorns, this is the one who hears the word, but the cares of this age and the lure of wealth choke the word, and it yields nothing. മുള്ളിനിടയിൽ വിതയ്ക്കപ്പെട്ടതോ, ഒരുത്തൻ വചനം കേൾക്കുന്നുവെങ്കിലും ഈ ലോകത്തിന്റെ ചിന്തയും ധനത്തിന്റെ വഞ്ചനയും വചനത്തെ ഞെരുക്കിയിട്ട് നിഷ്ഫലനായി തീരുന്നതാകുന്നു. രണ്ട് കാര്യങ്ങൾ ഈ വാക്യത്തിൽ ശ്രദ്ധേയമാണ്. ഒന്ന്, the cares of this age and the lure of wealth choke the word. ഇത് യഥാർത്ഥത്തിൽ ഒരു മൽപ്പിടുത്തമാണ്. കേൾക്കുന്ന വചനവും ആയിരിക്കുന്ന ലോകവും തമ്മിലുള്ള മൽപ്പിടുത്തം. വചനത്താൽ ആകൃഷ്ടരായി നാം ഇരിക്കുമ്പോഴും ഈ ലോകത്തിന്റെ അട്രാക്ഷൻസിനോട് പിടിച്ചു നിൽക്കാനാകാതെ പലപ്പോഴും നമ്മുടെ വചനം ഞെരുങ്ങിപ്പോകുന്ന അനുഭവം നമുക്ക് ഉണ്ടാകുന്നു. വചനം കേൾക്കുന്നുണ്ട്, പക്ഷെ ലോകത്തോട് പൊരുതാൻ അത് മതിയായി തീരുന്നില്ല. അല്ലെങ്കിൽ നമ്മുടെ ലോകമോഹങ്ങൾ നമ്മുടെ വചനത്തിലൂടെ നമ്മുടെ ഉള്ളിൽ രൂപപ്പെട്ട ചിന്തകളെ മറികടക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാകുന്നു. ലോകത്തിൻ്റെതായ ആകർഷണീയത വചനത്തോടുള്ള നമ്മുടെ തീഷ്ണതയെ മറികടക്കുന്ന അനുഭവത്തിനാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. വചനത്തെ ഞെരുക്കിക്കളയുന്ന അനുഭവം ഉണ്ടാകുന്നു. എന്താണ് ഇതിന്റെ ഫലം എന്ന് പറയുകയാണ്, ഇറ്റ് ഈൽസ് നത്തിങ്. ഒന്നും ഇല്ലാതെ ആയിത്തീരുന്ന അനുഭവം, നിഷ്ഫലനായി തീരുന്ന അനുഭവം. നമ്മുടെ പ്രയോറിറ്റി നാം ആയിരിക്കുന്ന ലോകമായി തീരുമ്പോൾ, when we give priority to the world over the word of God, the culmination is the yielding of nothing. എന്റെ ചോദ്യം, നമ്മൾ ഈ മുള്ളിനിടയിൽ പെട്ട അവസ്ഥയിലാണോ? നമ്മൾ നമ്മുടെ ഉള്ളിൽ വീണ വചനം അത് ഈ മുള്ളിനിടയിൽ വീണ് ഞെരുങ്ങിക്കളയുന്ന അനുഭവത്തിൽ ആണോ? ഗൗരവമായി നമുക്ക് ചിന്തിക്കാം. ഒടുവിലായി ഈ വേദഭാഗം പറയുന്നത് സീഡ്സ് സോൺ ഓൺ ദി ഗുഡ് സോയിൽ, നല്ല നിലത്ത് വീണ വിത്തിനെ കുറിച്ചാണ്. വേഴ്സ് 23, 23ാമത്തെ വാക്യം. But as for what was sown on good soil, this is the one who hears the word and understands it, who indeed bears fruit and yields in one case 100-fold, in another 60, and in another 30. നല്ല നിലത്ത് വിതയ്ക്കപ്പെട്ടതോ, ഒരുത്തൻ വചനം കേട്ട് ഗ്രഹിക്കുന്നത് ആകുന്നു. അത് വിളഞ്ഞു 100, 60, 30 മേനി നൽകുന്നു. 3 കാര്യങ്ങൾ നാം ഇവിടെ ശ്രദ്ധിക്കേണ്ടതായിട്ട് ഉണ്ട്. ഇവിടെ ഒന്നാമത് പറയുകയാണ്, വൺ ഹു അണ്ടർസ്റ്റാൻഡ്സ് ഇറ്റ്, വചനം കേട്ട് ഗ്രഹിക്കുന്നത് ആകുന്നു. മുൻപ് നാം പറഞ്ഞ 3 കാര്യങ്ങളെക്കാളും 3 സാഹചര്യങ്ങളെക്കാളും ഇവിടെ വ്യത്യസ്തമായി നിലകൊള്ളുന്ന ഒരു കാര്യം ഇതാണ്. വചനം കേട്ടുവെന്ന് മാത്രമല്ല, കേൾവിക്കപ്പുറം ഗ്രഹിക്കുവാനിടയാകുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ശ്രദ്ധേയമായ വിഷയം. അതുകൊണ്ട് വചനം ഗ്രഹിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, this is the game changing difference we see in this text. ബാക്കി എല്ലാ ഭാഗത്തും കേൾക്കുക മാത്രം ചെയ്തപ്പോൾ ഇവിടെ ഇതാ വചനം ഗ്രഹിക്കുന്ന അനുഭവം ഉണ്ടാകുന്നു. എന്നാൽ ഈ വചനം ഗ്രഹിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അവിടെ പറയുകയാണ്, one who bears fruit. കൃത്യമായി അവിടെ പറയുകയാണ്, അത് വിളഞ്ഞു, ഫലം കണ്ടു എന്ന് പറയുകയാണ്. അതുകൊണ്ട് the first result is that the person bears fruit.
ഇങ്ങനെ സംഭവിക്കുമ്പോൾ ഫലദായകരായി തീരുമെന്നുള്ളതാണ്. അതുകൊണ്ട് വചനം കേൾക്കുന്നവരായി മാത്രമല്ല, വചനം കേട്ട് ഗ്രഹിക്കുന്നവരായി നാം മാറുമ്പോൾ നാം ഫലദായകരായി മാറുമെന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ സവിശേഷത. ഫലദായകരായി മാറുക എന്ന് പറയുമ്പോൾ നാം പരിശുദ്ധാത്മാവിനുള്ള ഫലത്തെ പറ്റി ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യേണ്ടവരാണ്. പരിശുദ്ധാത്മാവിന്റെ ഫലം പുറപ്പെടുവിക്കുന്ന മനുഷ്യരായി ദൈവജനമായി മാറണമെങ്കിൽ വചനം കേട്ടുകൊണ്ടിരുന്നാൽ മാത്രം പോരാ, വചനം ഗ്രഹിക്കുക കൂടി വേണം. അവിടെയാണ് നമ്മളിൽ നിന്ന് സ്നേഹവും സന്തോഷവും ദീർഘക്ഷമയും ദയയും പരോപകാരവും വിശ്വസ്തതയും സൗമ്യതയും ഇന്ദ്രിയജയവും എല്ലാം പുറപ്പെടുന്നത് എന്നുള്ളത് നാം ഓർക്കണം. എന്തുകൊണ്ടാണ് ഇതൊന്നും നമ്മിൽ നിന്ന് പുറപ്പെടാത്തത് എന്നുള്ളതിന്റെ ഉത്തരം കൂടി ഇതാണ്. നാം പലപ്പോഴും വചനം കേൾക്കുന്നവർ മാത്രമായി പരിമിതപ്പെടുകയാണ്. പിന്നെയും പറയുകയാണ് വൺ ഹു ഈൽസ്. മറ്റൊരു ഫലം എന്ന് പറയുന്നത് ഇവിടെ വിളഞ്ഞ് 100, 60, 30 മേനി നൽകുന്ന അനുഭവമായി മാറുകയാണ്. അതുകൊണ്ട് ഫലദായകരായി ഫലദായകരാകുന്നതിന്റെ അത് 30, 60, 100 മേനി കായ്ക്കുന്നതിന്റെ അനുഗ്രഹീതമായ അനുഭവത്തെ കുറിച്ച് പറഞ്ഞാണ് ഈ വേദഭാഗം അവസാനിപ്പിക്കുന്നത് എന്നുള്ളത് നാം ഓർക്കണം. അതുകൊണ്ട് ഇതാണ് അതിന്റെ സവിശേഷത. ഇവിടെയുള്ള ചോദ്യം, നാം നല്ല നിലങ്ങളാണ് എന്ന ഉറപ്പ് നമുക്കുണ്ടോ? Are we sure that we are good soil for the word of God? ദൈവവചനത്തിനായി ഒരുക്കപ്പെട്ട നല്ല നിലങ്ങളാണോ നമ്മുടെ ഹൃദയങ്ങളെന്ന് നാം ചിന്തിക്കേണ്ടതായിട്ട് ഉണ്ട്. സഭയായി ധ്യാനിക്കുന്ന ചിന്താവിഷയവുമായി നാം ബന്ധപ്പെടുത്തുമ്പോൾ നാം മനസ്സിലാക്കേണ്ടതായ കാര്യം, ദൈവവചനം എല്ലാവർക്കും കേൾക്കുവാൻ അവസരമുണ്ട്. എന്നാൽ ദൈവശാസ്ത്ര അഭ്യസനം അത് ഇടയാക്കേണ്ടത് ഈ കേൾക്കുന്ന വചനത്തെ മനസ്സിലാക്കലിന്റെ ഗ്രഹിക്കലിന്റെ തലത്തിലേക്ക് എത്തിക്കുക എന്നുള്ള സുപ്രധാനമായ ദൗത്യമാണ്. അതാണ് ദൈവശാസ്ത്ര അഭ്യസനത്തിന്റെ ഏറ്റവും മർമ്മപ്രധാനമായ ലക്ഷ്യം. അവിടെയാണ് ദൈവവചനം കൂടുതൽ ആഴത്തിൽ ഗ്രഹിക്കുവാൻ കഴിയുന്നത്. അതിലൂടെയാണ് നമുക്ക് പെട്ടെന്നുള്ള ദൈവവചനത്തെ ഉള്ളിലേക്ക് എടുക്കുന്ന ഈ പ്രവണതയും ക്ഷണത്തിൽ നശിച്ചു പോകുന്ന പ്രവണതയുമൊക്കെ നമുക്ക് ഓവർകം ചെയ്യുവാനായിട്ട് കഴിയുന്നത്. അവിടെയാണ് നമുക്ക് ലോകത്തിന്റെ മോഹവും താല്പര്യങ്ങളുമൊക്കെ മാറ്റിവെച്ച് വചനത്തിൽ വേരൂന്നുവാനായി സാധിക്കുന്നത്. അവിടെയാണ് നമുക്ക് നല്ല ഫലം പുറപ്പെടുവിക്കുവാനായി സാധിക്കുന്നത്. ഇതിന് ദൈവവചനത്തെ സജ്ജമാക്കുന്ന ദൗത്യമാണ് ദൈവശാസ്ത്ര അഭ്യസനത്തിന് ഉള്ളത്. കേൾവിയിൽ നിന്നും ഗ്രഹിക്കുന്ന അനുഭവത്തിലേക്ക് എത്തിക്കുവാനുള്ള ദൗത്യം. അതിലൂടെ വചനത്തിൽ ആഴം ചെറുത്തു നിൽക്കുവാൻ കെൽപ്പുള്ള ആർജവമുള്ള ദൈവജനത്തെ വാർത്തെടുക്കുന്ന പ്രക്രിയയാണ് ദൈവശാസ്ത്ര അഭ്യസനം. ഇതിന് ദൈവശാസ്ത്ര അഭ്യസനത്തിലൂടെ ഇടയായി തീരണം. 4 കാര്യങ്ങളാണ് ഞാൻ പ്രധാനമായും പറയുവാനായി ശ്രമിച്ചത്. 4 ചോദ്യങ്ങൾ മാത്രം ഓർമ്മിപ്പിച്ച് ധ്യാനം അവസാനിപ്പിക്കട്ടെ. നമ്മൾ വഴിയരികിൽ വിതയ്ക്കപ്പെട്ട വിത്തിന്റെ അനുഭവക്കാരാണോ? അതോ നാം പാറസ്ഥലത്ത് വിതയ്ക്കപ്പെട്ട വിത്തിന്റെ അനുഭവക്കാരാണോ? അതോ നമ്മൾ മുള്ളിനിടയിൽ വിതയ്ക്കപ്പെട്ട വിത്തിന്റെ അനുഭവക്കാരാണോ? അതുമല്ലെങ്കിൽ നാം നല്ല നിലത്ത് വീണ വിത്തിന്റെ അനുഭവക്കാരാണോ? സ്വയം പരിശോധിക്കാം. ഈ ചോദ്യങ്ങൾ നമ്മുടെ ഹൃദയത്തെ അസ്വസ്ഥമാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചും പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.